സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാലേ മക്കളൊക്കെ പഠിക്കുകയാണ് കേട്ടോ. അവരൊന്നും നിർബന്ധിക്കില്ല പറഞ്ഞിട്ട്. അപ്പം ഇന്ന് അവർക്കേ കുറേ ദിവസമായി അവർ ചെറുപയർ കഞ്ഞി വേണമെന്ന് പറയുന്നു കേട്ടോ. അപ്പം ഞാൻ എന്താ വൈകുന്നേരത്ത് നിന്ന ചെറുപയർ കഞ്ഞി തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. എന്താ കണ്ടില്ലേ, ചെറുപയറും അരിയും റേഷനരിയും ചെറുപയറും പാടെ കൂടിയിട്ടില്ലേ കഞ്ഞി അങ്ങോട്ട് വെച്ച് കൊടുക്കുക അല്ലേ. അവരുടെ ഓരോ ആഗ്രഹങ്ങളല്ലേ. ഇതിനൊരു ചമ്മന്തി അരയ്ക്കണ്ടേ? എന്ത് ചമ്മന്തി അരയ്ക്കുക? വെളുത്തുള്ളി കൊണ്ട് ചുട്ടരച്ച ചമ്മന്തി അല്ല, വെളുത്തുള്ളി ഉണ്ട് കേട്ടോ ഇരിക്കണോ. വെളുത്തുള്ളി ഇട്ടിട്ട് ഒരു ചമ്മന്തി അരയ്ക്കാന്ന് വിചാരിച്ചു. ആര് പറഞ്ഞു? വെളുത്തുള്ളി കൊണ്ട് ഒരു ചമ്മന്തി അരച്ചു തരാം. നല്ല വെല്ലുള്ളിയത് അല്ല, വെല്ലുള്ളിയല്ല വെളുത്തുള്ളി. അത് എന്തെങ്കിലൊക്കെ വന്നോലെ അത്ര വലിയ അല്ലികളാക്കി ചെറുണ്ണിയുടെ വലിപ്പുണ്ട്. ഇത് ചോറിന് കഞ്ഞിക്ക് മാത്രമല്ല കേട്ടോ, അതുകൊണ്ട് ചോറിനും അടിപൊളിയാണ്. വെളുത്തുള്ളി ഉണ്ടാക്കില്ലേ അവരൊക്കെ കൊണ്ടുപോകണം. അങ്ങനത്തെ കാറ്ററിംഗുകാർ കൊണ്ടുപോയില്ലേ, അവർക്കുള്ള ഉള്ളിയാണ്. എനിക്ക് ചെറുതാ ഇഷ്ടം. ഈ ഇതിനേക്കാളിലും മണം ഉണ്ടാവുക ചെറുതിനായിരിക്കും. അവർക്ക് വേഗം നേരാക്കിയാവുമല്ലോ. വെളുത്തുള്ളി നമ്മൾ വെളുത്തുള്ളി കുറച്ച് മതി ഏട്ടാ, നമുക്ക് എല്ലാവർക്കും വേണ്ടേ. കഞ്ഞി എല്ലാവർക്കും ഉള്ളത് ഉണ്ടാവില്ല കേട്ടോ. കഞ്ഞി പറഞ്ഞാൽ ചിലവർക്ക് ചോറ് വേണ്ടി വരും. വെളുത്തുള്ളി പോയി. പിന്നെ എങ്ങനെയുണ്ട് മഴ? നമുക്ക് തണുപ്പ് പിടിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ. അയ്യോ, ഇന്നത്തെ ഒരു വീഡിയോയിൽ കണ്ടു, മലല്ലേ വയനാട്ടിലത്തെ, അതും ഒക്കെ ഇങ്ങനെ എന്താ വെള്ളം ഒഴുകണത്, പേടിയാവണു അത് കാണുമ്പോൾ. നമുക്ക് ഇനി ആർക്കും ഒരപകടേ ഉണ്ടായി, ഇനി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ അല്ലേ. നമ്മുടെ ഇവിടെ മഴ പോലെ ആയിരിക്കില്ലേ, ഈ കാടുള്ള ഭാഗങ്ങളിലേക്കുള്ള മഴ ഉഗ്രം മഴയായിരിക്കും. കാടുള്ള ഭാഗത്തും മലയുള്ള ഭാഗത്തേക്കൊക്കെ മഴ കൂടുമല്ലോ. അതാണ് സംഭവം. വയനാടും സ്വത്തും മുതലൊന്നും വേണ്ട ഭഗവാനെ അല്ലേ. അല്ല പറയുക, സ്വത്തും മുതലൊന്നും വേണ്ട ആർക്കും. അപകടങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ തന്നെ നമുക്കൊരു സമാധാനമാണ്. എല്ലാവർക്കും നമ്മളെ സ്നേഹിക്കുന്ന ആർക്കും. അപ്പോൾ കുട്ടികൾ വൈകുന്നേരത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് പഠിക്കാണ്ടെങ്കിൽ നമ്മൾ പിന്നെ അവർ പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് കേട്ടോ. ട്യൂഷനും കൂടി ഇപ്പോൾ പോകണ്ടല്ലോ. ട്യൂഷൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതപ്പോൾ വന്നിട്ടേ ഉള്ളൂ. 6:30ക്കാണ് അവർ വരിക. അപ്പോൾ വന്നപ്പോൾ പിന്നെ കടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായില്ല. ഇല്ല പറഞ്ഞു കഴിഞ്ഞല്ലേ എന്തെങ്കിലും വേണം പറഞ്ഞിട്ട്. ഇപ്പോൾ ഈ ചമ്മന്തി ചുട്ട പപ്പടോ ചുടാത്ത പപ്പടോ എന്തെങ്കിലുമൊക്കെ. കഞ്ഞി കുടിച്ച് കിടന്നല്ലേ വിശക്കും. ഇപ്പം എവിടേക്കാണ് നമ്മുടെ ലോകം പോകണമെന്നറിയില്ല. 2 കുട്ടികളും, ഒരു കുട്ടി ശ്രീകൃഷ്ണപുരത്ത് ഒരു കുട്ടി മരണപ്പെട്ടത് കണ്ടില്ലേ, 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി. മാഷ്മാർ ചീത്ത പറഞ്ഞിട്ടാണ് കുട്ടി മരണപ്പെട്ടേക്കണത്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തേ എത്ര ഒരു അടി കിട്ടിയിട്ടുണ്ടെന്നറിയോ. പുറത്തേക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ എന്താ സ്കൂളിൻ്റെ അവിടെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മാഷ് എന്ന് പറഞ്ഞൊരു മാഷുണ്ട്. അത് ഇപ്പോൾ എന്താ ഇതിലൊക്കെ കാണുന്നു, കുട്ടികളെ ചീത്ത പറഞ്ഞിട്ടാണ്. എന്താ ഒരു കുട്ടിയൊക്കെ പറയുക, എഴുതി കൊണ്ടുവരാത്തതിന് മാഷ് ചെവി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടിരുന്നു, ന്യൂസ് കണ്ടിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് എന്താണ് കാരണം എങ്ങനെയെന്നൊന്നും നമുക്കറിയില്ല. എൻ്റെ വീട്ടിൽ ഞാൻ ചെറുതാവുന്ന സമയത്തില്ലേ, ഞാൻ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും ഒക്കെ തല്ലാറുണ്ട് കേട്ടോ. നമ്മളെ തല്ലിയിട്ടും അതേപോലെ ക്ലാസ്സിൽ പോകുമ്പോൾ പഠിച്ചിട്ടില്ല പറഞ്ഞു വെച്ചാൽ മാഷ്മാരുടെ തല്ലും ഒക്കെ ഉണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മളിത് പറയില്ല, അവർക്കൊരു ക്ഷമ എന്ന് പറയുന്നത് ഇല്ല. വീട്ടിൽ തന്നെ എപ്പോഴുമ്പോൾ 5 കുട്ടികളുണ്ടെങ്കിൽ പറയും ഇവരെ നോക്കാൻ വയ്യ, അയ്യോ ഇവരുടെ പണി കാരണം നമുക്ക് പണി ഒരുങ്ങണേ ഇല്ല പറയും. ആ സമയത്ത് അവർ ഒരു ക്ലാസ് എത്ര കുട്ടികളെ നോക്കണം, ആരുടെ ഭാഗത്താണ് തെറ്റിയെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. പക്ഷെ ആ അച്ഛനമ്മമാർക്ക് അത് തീരാ വേദനയില്ലേ. ഞാൻ പറയാലോ, ഇനി എന്താ ഈ കാണുന്ന പോലെ ഇല്ല, അയ്യോ കറണ്ട് പോയി. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ സമയത്ത് തന്നെ കുടിച്ചു തോന്നുന്നു. ഭയങ്കര സൂപ്പൊക്കെ കുടിക്കുന്ന സമയം ഇപ്പം തന്നെയാണ്. അമ്മയ്ക്ക് എടുക്കുമായിരിക്കില്ല, എനിക്ക് എടുപ്പ് വേദനക്കിനേക്കാൾ. ഞാനിവിടെ കർക്കിടകത്തിലൊന്നല്ല, കർക്കിടകത്തിൽ കുടിക്കില്ല എനിക്കറിയില്ല. നമ്മൾ പക്ഷെ ഇടുപ്പ് വേദന ഉണ്ടാവുന്ന സമയത്ത് സൂപ്പ് കുടിക്കും. എനിക്കിവിടെ അമ്മ സൂപ്പ് വയ്ക്കുന്ന ഇഷ്ടം കേട്ടോ. എൻ്റെ അമ്മ വയ്ക്കുന്നതൊക്കെ ഇഷ്ടമല്ല.
എൻ്റെ അമ്മ വെക്കുമ്പല്ലേ അതിൽ തോനെ സാധനങ്ങൾ കൂട്ടിയിട്ടേ ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കില്ലേ പുകയും ഉള്ളൊക്കെ ഇങ്ങനെ കുരുമുളകില്ലേ അമ്മ എന്നിട്ട് കുത്തും അങ്ങോട്ട് ഇട്ടിട്ട് ആ അങ്ങനെ കൂട്ടണത്രേ. എന്നിട്ട് നിലത്തേക്ക് കാല് വെക്കാൻ പാടില്ല പറഞ്ഞിട്ട് നല്ല മഴയാണ് കേട്ടോ. ഇത് കറണ്ട് പോയാലും കത്തണ ലൈറ്റ് ഇല്ലേ, ആ ലൈറ്റ് ഇട്ടിരിക്കുക. ഞാനിപ്പോ അതന്നെ വിചാരിക്കണേ എന്താണ് ചെയ്യേണ്ടത് വിചാരിച്ച് നിൽക്കുകയാണ്. ചമ്മന്തി ഇറക്കിയാണോ വേണ്ടത്, പപ്പടം കാച്ചാണോ? അമ്മ ചമ്മന്തി ഇറക്കിയാണോ വേണ്ട, പപ്പടം കാച്ചാണോ വേണ്ട, കറണ്ട് വേണ്ടേ? അമ്മിയിൽ കൊണ്ടുപോയിട്ട് ഇറക്കാനും പറ്റില്ല. ചോറ് വെന്തു. എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരിക്കുകയാണ്. കറണ്ടില്ല. ഞാൻ വെളുത്തുള്ളിയും കൂടി ചമ്മന്തി ഇറക്കിയാ വിചാരിച്ചാ അതൊന്നും ഇപ്പം നടക്കില്ല കേട്ടോ. പുറത്തിറങ്ങാൻ എനിക്ക് പേടിയാണ്. ഇതാ കണ്ടോ, അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ പേടിയോ പോടും. അങ്ങോട്ട് വരും മഴയാണ്. എന്താ ഇപ്പം ചെയ്യാ? പപ്പടം കൊണ്ട് ചമ്മന്തി അരച്ചാലോ, കയ്യും കൊണ്ട് ഇതാക്കിയിട്ട്? മഴയത്ത് കഞ്ഞിയും കുടിച്ച് കിടന്നിട്ട് അവസാനം നട്ടപ്പാതിരക്ക് എണീറ്റ് വിശക്കണമെന്ന് അറിയാമെങ്കിലും ഏട്ടന് സതിയേട്ടനൊക്കെ ചോറുണ്ടേനെ. എനിക്കല്ല, ഞാൻ പറയില്ല. എനിക്ക് കഞ്ഞി ഇഷ്ടമുള്ള കാര്യം പറയല്ലോ. എന്താ വെച്ചാ ഞാൻ പറയില്ല. ഞാൻ കഞ്ഞി കുടിച്ചിട്ട് വൈകുന്നേരം ഒക്കെ ആകുമ്പോ മഴയൊക്കെ വരുന്ന സമയത്ത് പിന്നെ തീ കത്തണ്ടേ. ഒരു കൊള്ളി വെക്കാല്. ഈ കൊള്ളിയൊക്കെ നനഞ്ഞ വർഗുകളാണേ. ഇത് കത്തണ്ടേ. ഇതൊക്കെ മൂച്ചിയുടെ കൊള്ളികള്. അപ്പൊ അതുകൊണ്ട് കറണ്ട് വന്നു കഴിഞ്ഞാൽ വെച്ചാൽ അടുപ്പിന്റെ മുകളിൽ കുറച്ച് വിറക് കൊണ്ട് വെക്കണം. ഇപ്പൊ ചമ്മന്തിയൊക്കെ പ്ലാനൊക്കെ മാറ്റിട്ടോ, തട്ടിക്കൂട്ട് ചമ്മന്തിയായി. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. കറണ്ട് എപ്പോ വരുന്നുണ്ടാവോ? ഇന്ന് രാവിലെ പോയിട്ട് വൈകുന്നേരം വന്നു. രാവിലെ പോയിട്ട് അതന്നെ പറയണത്. പണിക്കാരെ വട്ടം തിരിച്ചു. അമ്മൂന്റെ കഞ്ഞി, അമ്മൂട്ടിക്ക് കഞ്ഞിയേ പറഞ്ഞിട്ട് അല്ല, കറണ്ട് എപ്പോഴേലും വന്നല്ലോ എന്ന് സമാധാനിക്ക്. ജാതി മഴ പെയ്യുമ്പോ കാറ്റും മഴയത്തും കറണ്ട് വരില്ലല്ലോ കുറച്ച് നേരമെങ്കിലും. അപ്പോഴും വന്നിട്ട് എന്താ ചെയ്യാ? കൂടി പോണ്ടേ. പിന്നെ ഗ്യാസ് ഇല്ലായില്ല കേട്ടോ. എവിടേക്കാണ് അമ്മേനെ തൂക്കി വലിച്ചോണ്ട്? പൊന്നാരി അതാ പടക്കം പൊട്ടുന്നു. ഒരു ദിവസം ചെറുപയർ കഞ്ഞി, ഒരു ദിവസം മുതിരക്കഞ്ഞി, ഒരു ദിവസം കടലി വെള്ളപ്പയർ ഇട്ടിട്ട് കഞ്ഞി. കഞ്ഞീന്ന് മാറ്റില്ല, എന്നാലും ചോറാക്കി വേണ്ടില്ല. നല്ലതാണ് കുട്ടികൾക്ക് കൊടുക്കേ. എന്ത് റേഷൻ കടയിൽ തന്നെ? റേഷൻ കടയിൽ തന്നെ പറ്റി പാകാതാണ്. അല്ലെങ്കിൽ രണ്ട് വേറിട്ടുള്ളൂ. സ്കൂളിൽ നിന്ന് കിട്ടിയതാണേ. നല്ലതാ മാമി. അമ്മുട്ടിയെ മറങ്ങെടുക്ക്, അല്ലെങ്കിൽ എനിക്ക് കണ്ണ് കാണില്ല. അതിന്റെ ഇടയിൽ നീയും കൂടി ഇവിടെ വന്നാലോ. കറണ്ട് വന്നേ. ഇതൊന്ന് ചതച്ചിട്ട് വരട്ടെ. 30 സെന്റിമീറ്റർ മുറിക്കുന്നു. അമ്മോ ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ ചെയ്തമ്മോ? ആർക്കത്? പൊന്നൂനോ? പൊന്നു തിന്നില്ല. പൊന്നൂന് ഇഷ്ടല്ല. പൊന്നൂനോ? കുട്ടിക്ക് ഇഷ്ടമാണോ? തിന്നോ. വെളുത്തുള്ളി ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുട്ടിക്ക് വേണോ? എന്തിനാ പിന്നെ അത്? ഉരുളക്കിഴങ്ങ് എന്തിനാ? ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ തിന്നും അല്ലേ? പൊന്നരി ഉരുളക്കിഴങ്ങ് തിന്നും അല്ലേ?
ആ ഉറക്കൊക്കെ വരാൻ തുടങ്ങി. വേഗം നോക്കിക്കോ സുകന്യ. വീടിൻ്റെ അല്ല അമ്മ, എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ. ഇതാ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണ്ടേ. നമ്മളെ പുളി ഇതാ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. അതാ പിടിച്ച സുകന്യ ഇപ്പൊ തട്ടിമറിച്ചത്. എന്താ നല്ല പോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിക്ക് നമ്മളില്ലേ മുളക് പൊടി ഇല്ലേ, മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ ഇതാ നമ്മുടെ പുളിയില്ലേ, പിന്നെ മുളക് പൊടിയുടെ പച്ചമണം മാറി വന്നപ്പോൾ പുളിയുടെ വെള്ളം ആദ്യം തുള്ളി വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ കേട്ടോ. ഇപ്പം പുളി പിഴിഞ്ഞിട്ട് എന്താ പുളി പിഴിഞ്ഞിട്ട് അതിലേ തൊട്ട് കൂട്ടാനാട്ടോ. വയറിനൊക്കെ അസ്വസ്ഥത ചമ്മന്തി തന്നെ. വയറിനൊക്കെ സുഖമില്ലാതിരിക്കുന്ന സമയത്തൊക്കെ ഇല്ലേ ഇത് നല്ലതാ. അതാവട്ടെ, കുറച്ച് ഉപ്പ് എടുത്തിട്ട് വാ. ഇതാക്കൊണ്ടോ കുറച്ചും കൂടി. കുഞ്ഞുമന്നെ കുഞ്ചത്തെ സ്വർണ്ണക്കട്ടെ എന്താ ഇത്? എന്ത് കണ്ടിട്ടാ പത്ര സന്തോഷി ഉരുളക്കിഴങ്ങ് വെച്ചിട്ടോ. ഓ അങ്ങോട്ട് കിച്ചു ഉപ്പ് എടുത്തിട്ട് വന്നാ പൊന്നേ കുഞ്ഞുമന്നെ കുറുകട്ടെ കേട്ടോ. അത് രണ്ട് ചളിയാക്കിയ 1 2 എങ്ങനെയുണ്ട്? 2 5 എണ്ണ് വെറുതെ നിർത്തിയില്ല. എങ്ങനെ ശരിയാവുക? അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. 2ലും കൂടി എത്രയുണ്ട്? പുക വരുന്നു കുട്ടികളെ. എന്താ നോക്കമാ? ഒന്ന് പാപ്പ ഉണ്ടാക്കുന്ന സുകന്യെ. എന്താ ഉണ്ടാക്കാനുള്ളത്? കുഞ്ഞു മാമുണ്ട് ഇതിന്റെ കൂടെ പിടിച്ചില്ലത്. വയറിന് നല്ലതാക്കത്. എന്താ എന്താ എരിവെന്നോ? മധുരോ? എന്തിനാ എരിപ്പറിന്? എന്താ ഏട്ടാ അമ്മോ നോക്കിയോക്ക്. ഇതേ വയറിന് ഗ്യാസൊക്കെ ഉണ്ടെങ്കിലേ പോവാനൊക്കെയാണേ വെളുത്തുള്ളി കഴിക്കണ എന്തിനാ? എന്താ മുട്ടി? രസത്തിന്റെ ടേസ്റ്റ് തന്നെ ഉണ്ടാവേ. ഇതാണ്ടോ ഇത് ചൂടുള്ള കഞ്ഞി രസം ഉണ്ടാവും. എന്ത് എന്ത് തോന്നുന്നു? ടേസ്റ്റ് തോന്നുന്നുണ്ടോ? പൊന്നു ഇതാ പാപ്പുണ്ടാക്കണു. ശർക്കര ഇടണം അതില്. ഇതാ പാപ്പുണ്ടാക്കണു. കുടുക്കുക. എന്ത് കൊടുക്കണ്? ഇതാ കണ്ടോ ആയിട്ടോ? കണ്ടില്ലേ? അച്ചാറ് പോലെ. തൊട്ടുകൂട്ടാന് വെളുത്തുള്ളി കഴിക്കുന്നത് നല്ലതല്ലേ? ഇതിൽ കറിവേപ്പിൻ്റെ ഇല ഇടണം. നമ്മുടെ ഇതിൽ കറിവേപ്പിൻ്റെ ഇല ഇല്ല. അതുകൊണ്ട് കറിവേപ്പിൻ്റെ ഇല ഇല്ല. ഇതാ കഴിഞ്ഞോട്ടാ.
കൈക്കിലെ തുണി കാണാമല്ലോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ കളർ കാണിച്ചു കൊടുക്കും. ഇത് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അച്ചാറ് പോലെ ഉണ്ട്. ഉണ്ടാ അച്ചാർ പോലെ കഴിച്ചു നോക്കണ്ടേ, അപ്പോഴല്ലേ അറിയുള്ളൂ. ഇതാട്ടാ ഏട്ടാ കേട്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കും. വേണ്ട ഉപ്പും പപ്പടവും. എന്താ നമ്മൾ പപ്പടം വറുത്ത എണ്ണയിൽ ഉണക്കമുളക് ഇട്ടിട്ടില്ലേ, ഉപ്പും ചെറിയ ഉള്ളി പാടെ ഇട്ടിട്ട് ഞെരടിയതാണ് കേട്ടോ. ഞെരടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പോഴേക്കും കുഞ്ഞുണ്ണിക്ക് ചോറ് വേണം പറഞ്ഞിട്ട്. അമ്മോ വരൂ കഴിച്ചോളേ. എൻ്റെ മോനെ കുഞ്ഞിന് വേണോ കുഴിമന്തി? എന്താ വേണ്ടേ? ചെറുപയർ മന്തി. എന്താ അതിൽ എണ്ണ ഒന്നെടുത്തിട്ട് പോവാം. അമ്മോ അച്ചു അമ്മോ പെരുമഴയാണ് അല്ലേ? ഒക്കെ ഇതിൽ തന്നെ ബാക്കിയിരിക്കണം കേട്ടോ. ഇനി വേറെ വേണ്ട പറഞ്ഞിട്ട് ഇതാ ഇന്നിപ്പോൾ എന്തൊക്കെ ഉണ്ട് എന്ന് കാണിച്ചു തരണ്ടേ നിൻ്റെ മക്കൾക്ക്? ഇന്ന് വേറെ ഒന്നും വേണ്ട കേട്ടോ. ഇതാ ചെറുപയർ കഞ്ഞി, കൊത്തമരക്കുപ്പേരി, ചമ്മന്തി. ഇതൊരു ചമ്മന്തി, ഇത് ഉച്ചയ്ക്ക് വെച്ച കുറച്ച് ചമ്മന്തി കേട്ടോ. ഇത് ഉണക്കമുളക് ഉള്ളിമാട് ഞെരടിയത്, പപ്പടം. ആഹാ അച്ചുട്ടിയേ. എല്ലാവരുടെയും കഴിക്കൽ കഴിഞ്ഞാലേ നമുക്ക് ഇരിക്കവിടെ. എല്ലാവരും ചെറുപയർ കഞ്ഞി ആയതുകൊണ്ടില്ലേ നേരത്തെ കൊണ്ടുപോയിട്ടോ. ഇനി നമുക്ക് കഴിക്കണം. നമുക്ക് കഴിക്കാനുണ്ട്. അച്ചുട്ടി അച്ചാറ് പോലെ ആ വെളുത്തുള്ളി ചമ്മന്തി ഇല്ലേ, ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അച്ചാറ് പോലെയാണ്, നല്ല ടേസ്റ്റാണ്. ഞാനിത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കണം എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇവർക്ക് ഇത് 3-4 ദിവസമൊന്നും കേട് വരില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ വറ്റിച്ചിരിക്കുകയല്ലേ കണ്ടില്ലേ. അപ്പോൾ ഇത് കേട് വരില്ല. കുട്ടികൾക്ക് ക്ലാസ്സിൽ കൊടുത്തു വിടാനൊക്കെ പറ്റും. ഞാൻ ഉണ്ടാക്കി കൊടുത്തു വിടാറുണ്ട് കേട്ടോ. ഇന്ന് കോളിഫ്ലവർ കൊണ്ടുപോയിട്ട് തികഞ്ഞില്ലാതെ കുഞ്ഞു പാത്രത്തിൽ കൊണ്ടുപോയിട്ടല്ലേ കുറച്ച് വലുത് കൊണ്ടുവരും. കിച്ചു വന്നിട്ട് പറയണം ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോനെ വേണട്ടമ്മാന്ന്. അവൻ്റെ കൂട്ടുകാരൊക്കെ എന്താ പോയപ്പോൾ കൂട്ടുകാർ 2-3 ആൽബം ഇവരൊക്കെ പറഞ്ഞത്ര നല്ല രസമുണ്ട്, ഇനി തോനെ കൊണ്ടുവരണേ അനുരാഗേന്ന്. അപ്പോൾ ഞങ്ങളും കഴിക്കട്ടെ. നല്ല മഴയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കുറേ കറണ്ട് പോയി. പിന്നെ ഇതില്ലേ പൊക്കോ. ഇത് നമ്മുടെ ഉണക്കമുളകില്ലേ, ആ പപ്പടം കാച്ചി എണ്ണയിൽ വറുത്തെടുത്താൽ കേട്ടോ. പിന്നെ ചെറിയുള്ളി ചെറുതാക്കി എരിഞ്ഞ് ഉപ്പും ഇട്ടിട്ട് കയ്യും കൊണ്ട് നല്ല പോലെ ഞെരടി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത്രേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ.